ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന എന്നാൽ ഡിന്നർ സമയത്തൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു മസാല ബണ്ണാണ്. ആദ്യം ഇതിലേക്കായിട്ട് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ നല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മസാലപ്പൊടികൾ കൊണ്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അളവ് കറക്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും, ഒരു വലിയ സവാള നല്ല ചെറുതായി മുറിച്ചതും ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ച് വിടാകുമ്പോൾ അതിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടങ്ങ് വേവിച്ചെടുത്താൽ മതിയാവും. ചിക്കനൊക്കെ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളും. ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തക്കാളി നല്ല ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് ഇങ്ങനെ വഴറ്റി ഉടച്ചെടുക്കുമെന്ന് വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ മതി കേട്ടോ. ഈ സമയത്ത് തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട്. മസാലപ്പൊടിയൊക്കെ കുറവാണെങ്കിൽ ഒരു ഇത്തിരി ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അടുത്തതിന് അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു മയണൈസ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ മുൻപൊക്കെ ഷെയർ ചെയ്തിട്ടില്ല, ഹെൽത്തി ആയിട്ട് മുട്ട പുഴുങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ. അപ്പോൾ അതിലൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. വെറുതെ അങ്ങനെ കോരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫില്ലിംഗ് ആണിത്. ആ ഒരു മയണൈസ് ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഒരു ബണ്ണ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായി ഒരു രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ഒരു മയണൈസ് ഉണ്ടല്ലോ, അത് 2 സൈഡിലേക്കും കുറച്ച് ആക്കി കൊടുക്കുക. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു ഫില്ലിങ് ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലേക്കായിട്ട് ഒരു ചെറിയ പീസ് സവാളയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനിയിപ്പോൾ ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചീസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാലഡ് ലീഫോ ടൊമാറ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ബർഗറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ ഈ ഒരു രീതിയിലായാലും മതി. ബാക്കിയുള്ളതൊക്കെ ഈ രീതിയിൽ തന്നെ നിറച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ല ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ചുകൂടെ ഒരു സോസി ഫ്ലേവറൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ഇത്തിരി ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പും ഒരു ഇത്തിരി ഒറിഗാനും ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചുള്ള ഒരു ബണ്ണ് ഇതിലേക്ക് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയായി. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. ചില ദിവസങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡിന്നർ സമയത്ത് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് സാലഡും ഈ ഒരു രീതിയിൽ ബർഗറും കൂടെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക്